അക്ഷരാർത്ഥത്തിൽ സാഹിത്യത്തിൻ്റെയും അക്ഷരസംസ്കാരത്തിൻ്റെയും ഒരു നൂറ്റാണ്ട് നീണ്ട സബരിയായിരുന്നു സാനുമാഷ്. 1926 തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന തുമ്പോളിയിലായിരുന്നു മാഷിൻ്റെ ജനനം. മലയാളിയുടെ നൂറ്റാണ്ട് നീണ്ട സാംസ്കാരിക സ്പന്ദനം തൊട്ടറിഞ്ഞ ഇതുപോലൊരു വ്യക്തി വേറെ ഉണ്ടാകില്ല. ബാലസാഹിത്യം, സാഹിത്യവിമർശനം, ജീവചരിത്രം, അധ്യാപനം, പ്രഭാഷണം മുതൽ പാർലമെന്ററി രംഗത്ത് വരെ സ്ഫുരിക്കുന്ന സാന്നിധ്യം. രാഷ്ട്രീയ സാമൂഹിക പരിസരങ്ങളോട് ക്രിയാത്മകമായി പ്രതികരണം. അങ്ങനെ മലയാളിയുടെ തപോമണ്ഡലങ്ങളിലെ നിറസൂര്യൻ. കല കലയ്ക്കു വേണ്ടിയാണോ, കല ജീവിതത്തിന് വേണ്ടിയാണോ? താർക്കിക മുഹൂർത്തത്തിൽ അധ്വാനിക്കുന്നവൻ്റെ വിയർപ്പിനൊപ്പം നിലപാടെടുത്ത സാഹിത്യകാരൻ. എന്നും എപ്പോഴും സാനുമാഷ് അങ്ങനെയായിരുന്നു. അക്ഷരങ്ങളുടെ പേരവകാശത്തിൽ മാത്രം ഒതുങ്ങാതെ സാമൂഹിക ബാധ്യതകൾ കൂടി നിർവഹിച്ച മഹാത്മാവ്, എഴുത്തുകാരൻ, പ്രഭാഷകൻ. ശ്രീനാരായണ ഗുരുവും കുമാരനാശാനും ചെങ്ങമ്പുഴയും വൈക്കം മുഹമ്മദ് ബഷീറുമടക്കം മഹാരഥന്മാരുടെ ജീവചരിത്രങ്ങൾ ശ്രദ്ധേയം. സാധാരണക്കാർക്ക് പോലും പരമാവധി പ്രാപ്യമായ സാഹിത്യരചന. കവിതയും കലയും മൂല്യബോധങ്ങളുടെ പരിവർത്തനമായി കണ്ട വ്യക്തിത്വം. വാക്കുകൾ കൊണ്ട് വിവരിക്കാനാകാത്ത സർവ്വതലങ്ങളിലും മതിച്ച ബഹുമുഖ പ്രതിഭയായിരുന്നു സാനുമാഷ്. അടിയന്തരാവസ്ഥയിലടക്കം രാജ്യം തീർത്ത ദുരിതരാഷ്ട്രീയ മുഹൂർത്തങ്ങളിലെല്ലാം പടവാളായിരുന്നു ആ സൗമ്യമുഖം. 1987 എറണാകുളം മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് നിയമസഭയിലും എത്തിയിരുന്നു. സന്യാസതുല്യമായ സാമീപ്യം കൊണ്ട് സാനുമാഷ് ആധ്യാത്മിക രംഗത്തും അടയാളപ്പെടുത്തുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ കടമെടുത്താൽ അതീന്ദ്രിയങ്ങളുടെ നിഗൂഢതകൾക്കപ്പുറം ഈശ്വരൻ എന്നത് കവിത പോലൊരു അനുഭവമാണ്. ആധ്യാത്മിക രാമായണത്തിനും ഭാഗവതത്തിനും അദ്ദേഹം വ്യാഖ്യാനങ്ങൾ എഴുതിയിട്ടുണ്ട്. കേന്ദ്ര സാഹിത്യ പുരസ്കാരം, എഴുത്തച്ഛൻ പുരസ്കാരം, കേശവദേവ് സാഹിത്യ പുരസ്കാരം, അബുദാബി ശക്തി അവാർഡ് അടക്കം സ്വദേശത്തും വിദേശത്തുമായി അസംഖ്യം അവാർഡുകൾ. വാർദ്ധക്യം ബാധിക്കാത്ത ഓർമ്മകളുമായി കൊതിയൂറും വാക്ശൈലിയോടെ നമ്മുടെ ബോധങ്ങളെ ഉണർത്താൻ ഇനി ആ സാന്നിധ്യമില്ല. പക്ഷേ വർത്തമാനത്തിൻ്റെ ഭാവിയും പേറി ഏകാന്ത വീഥികളുടെ അവധൂതനായി നക്ഷത്രങ്ങളുടെ ആ സ്നേഹഭാജനത്തെ മലയാളിക്ക് മറക്കാനാകില്ല. സാനുമാഷ് വിട. കൾച്ചറൽ ഡെസ്ക്, കൈരളി ന്യൂസ്.